ഏഹേ ഇതാ അപ്പൊ പുതിയ ഷർട്ടൊക്കെയാണല്ലോ. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടാ പുഴുങ്ങാൻ പോണ. ഞാൻ ചായ എടുക്കാനാ മാറ്റൊക്കെ എടുത്തോണ്ട്. ആ അതല്ല, ഞാൻ മേടിച്ച കുറച്ച് സാധനമുണ്ട്. അപ്പൊ ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ വൈകുന്നേരം നീ വന്നപ്പോ ഒന്നും പറഞ്ഞില്ല. ബോഡിയിൽ തൂക്കുവാണോ? 450 രൂപയുടെ സാധന ഫ്രീ കിട്ടി. അത്രയല്ല, വേറെ സാധനം. വേറെ ഒരു സാധനവും കൂടെ ഉണ്ട്. അപ്പൊ ഇവക്ക് ഒരു ഇത് ലിപ്സ്റ്റിക് അല്ലേ? അത് ലിപ്സ്റ്റിക് നല്ലൊരു കളറാ. ഡ്രസ്സ് കൊണ്ടുവന്നു, മെറ്റീരിയൽ ആയിട്ടാ കൊണ്ടുവന്നേരം. എടുത്ത് കാണിക്കാതെ. ഏഹേ ഇത് അപ്പൊ പുതിയ ഷർട്ടൊക്കെയാണല്ലോ. അപ്പൊ നാളെ തൃപ്പൂണിത്തുറ ഞങ്ങള് പോയില്ലേ, അന്നേരം പോയപ്പോ അപ്പ 4 കൈലി ഷർട്ട് അടിക്കാനാട്ടോ. ഒരു കൈലി അപ്പൊ ഇതുവരെ കാണാത്ത ഒരു കളറാണല്ലോ ഇത്. ഒരു കൈലി കേക്ക്, ഒരു കൈലി ഷർട്ട് അടിക്കാൻ, ഒരു കൈലി പണിമുണ്ട, 2 കൈലി സാധാരണ നമുക്ക് അപ്പയ്ക്ക് ഉപയോഗിക്കാനായിട്ട്. ഞാൻ 4 മേടിച്ചപ്പോ ഞാൻ പറഞ്ഞേ, ഞാൻ എറണാകുളം പോകുമ്പോ അപ്പയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, നല്ലൊരു കൈലി ഞാൻ മേടിച്ചു. മഹാരാജാസിനുണ്ട്, മഹാരാജാസിനും ഉണ്ട്. ബ്രോഡ്വേ ഇന്നാള് നമ്മള് പോയപ്പോ എന്തോരം കൈലി കടയാ. 1.80 മതി കൈലി അപ്പയ്ക്ക്. അപ്പൊ കൈലി 1.80 അല്ലേ അപ്പ? എന്നാ 2 മേടിക്കാം. നീ ഒരു പ്രാവശ്യം 2.25 മഹാരാജാവിന് മേടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തായിരുന്നു. കൂടുതലാണെന്നും പറഞ്ഞു കെട്ടാൻ തുണി എടുത്തായിരുന്നു. ഞെറിയിടുമ്പോഴാണ് 2.25 അല്ലേ? ഇതോടെ നിന്നെ ഷർട്ടിന്റെ പുറകിൽ വേറൊരു പ്രശ്നമുണ്ട്. വാ, ബില്ല്. അതാണോ വെളുത്ത വാർത്തല് കണ്ടത്? ഏഹേ ബില്ലും മറ്റേ അവിടെ ഇരുന്നു വെച്ചാ അപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് പൊളിഞ്ഞു പോയില്ലല്ലോ. വീട്ടിലേക്കല്ലേ കുഴപ്പമില്ല, വീട്ടിലേക്കല്ലേ കുഴപ്പമില്ല. ഈ കളർ അപ്പൊ ഒരിക്കലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഭയങ്കര ലൂസ്. ഇതന്നെ അപ്പൊ ഇത്ര ലൂസാക്കിയത്? പണിയൊക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഈ കൈ പൊക്കാനും മറ്റും പറ്റില്ല. പേരൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അമ്മ ഇന്ന് അമ്മയുടെ വീട്ടിലെ സാധനം എടുക്കുന്നതിന്റെ ഒരു അഹങ്കാരമൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ അല്ല, ഒരു പവറ് അതുണ്ട്. അത് മാറ്റിയാ മാറൂല. അതെ, കാരണം അമ്മയുടെ വീട്ടിലെ സാധനം അല്ലേ, എങ്ങനെ ഇല്ലാതിരിക്കും. അതുകൊണ്ടുള്ള പവർ അല്ലേ? വെട്ടാ പുഴുങ്ങാനാട്ടോ. വേവിക്കണ കാണിക്കാൻ വേറൊരു ദിവസം. ഫ്രഷ് ആയിട്ട് പറിച്ചോണ്ട് വന്നതാ. പറിച്ചിവിടെ കൊണ്ടുവന്ന് തന്നേച്ചു പോയി അല്ലേ? പെട്ടെന്ന് വേവാൻ സാധ്യതയുണ്ട്. കിഴങ്ങ് കുറേ ഉണ്ട്. നല്ല കപ്പയാട്ടോ. നല്ല കപ്പയാ. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടാ പുഴുങ്ങാൻ പോണേ. എന്നും കുക്കറെ പുഴുങ്ങണല്ലേ കാണിക്കണത്, ഇന്ന് ചെരുവത്തിലാ പുഴുങ്ങണം. അതെന്നാ പോലും സ്റ്റീൽ ചെരുവത്തിൽ നമുക്കൊന്ന് പുഴുങ്ങാം. പണ്ടൊക്കെ അങ്ങനെയല്ലേ ചെയ്യണേ? പണ്ട് അലൂമിനിയം ചെരുവങ്ങളിലാ പുഴുങ്ങണം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. ഞങ്ങളുടെ അവിടെ ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ അധികം ദൂരം ഇതില്ലാത്തതുകൊണ്ട് രീതികളൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അമ്മയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നത് കുക്കുറുമൊക്കെ. നാളെ ഇത് വേറൊരു സംഭവം ചെയ്യണം, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സൂക്ഷിക്കണത്. അത് ശരി. പ്രേക്ഷകർക്കേ കാണിച്ചു കൊടുക്കാം നമ്മൾ സൂക്ഷിക്കുന്നത്. ഇനി നമുക്കേ ഈ രീതിയിൽ തന്നെ പുഴുങ്ങണത്. അടുപ്പത്ത് വെച്ച് പുഴുങ്ങാം. കഴുകിയെടുത്തു. പിന്നെ നമുക്ക് അടുപ്പത്ത് കൊണ്ട് വെച്ച് പുഴുങ്ങാം. പുഴുങ്ങണ സമയത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി വെക്കാം. സാധാരണ നിങ്ങൾ എപ്പോഴും കാണുന്ന കുക്കറിൽ പുഴുങ്ങണല്ലേ? കുക്കറിൽ പുഴുങ്ങണല്ലേ കാണുന്നത്? ഇന്ന് കുക്കറിലല്ല. ഇല്ല, കപ്പ വെള്ളത്തിലേക്ക് ഇടണോണ്ടേ, ഉപ്പിടുന്നത് കൊണ്ട് ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം. വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോഴേക്ക് കപ്പയ്ക്ക് ഉപ്പ് ചിലപ്പ ചെണ്ടക്കോല് പോലത്തെ കപ്പ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
ഇട്ടിട്ടുണ്ടെങ്കിൽ മൂടി വെക്കാം കേട്ടോ. കുഴിഞ്ഞ് വരട്ടെ. ഇന്നൊക്കെ വെള്ളം കിടക്കണം, ഊറ്റാൻ പോവുകയാണേ. വർക്കരിയിലേക്ക് കൊണ്ടുപോകാം, അതാ സൗകര്യം. ഇവിടെയൊക്കെ തെറിക്കും, അതാ. ഊറ്റുവാട്ടോ. ഞാൻ എടുത്ത് വെക്കുവാണേ. നല്ല കപ്പയാ, പാകം വേവ് അല്ലേ? അതെ. എനിക്കിങ്ങനെ വിട്ടിരിക്കണ കുഴയാത്ത കപ്പ എനിക്കിഷ്ടം. പുഴുങ്ങണത്, വേവിക്കണത് കുഴയണതാട്ടോ ഇഷ്ടം. നമുക്ക് കപ്പയ്ക്ക് കൊടുക്കാം. അവിടെ ഇരിപ്പുണ്ട് ഒരു സാധനം, നല്ല കിടിലൻ ചമ്മന്തി. അത് കൂട്ടിയാ കഴിക്കണത്. ചോറിന്റെ ഒക്കെ ഒപ്പം അത് കൂട്ടാല്ലേ? പിന്നെ ചമ്മന്തി വളരെ നല്ലതാ. ഈ മറ്റു കറികളൊന്നും ഇല്ലാത്തപ്പോഴേ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാന്താരിമുളക് എല്ലാ വീടുകളിലും മിക്കവാറും ഒക്കെ ഉണ്ടാവൂലോ. അപ്പയ്ക്ക് ചമ്മന്തി ഇങ്ങനെ ഈ പാത്രത്തോടു കൂടി കൊടുത്താൽ മതി. നമുക്ക് ഇച്ചിരി ചമ്മന്തി ഇവിടെ എടുത്തു വെക്കാം, അല്ലെങ്കിൽ ശരിയാവൂല. എനിക്ക് ഇത്ര ഒന്നും വേണ്ട കേട്ടോ. അല്ല, ഞാൻ മൊത്തം എടുത്തത് എല്ലാവർക്കും കൂടെ. ഇതിന് എരിവ് വളരെ കുറയ്ക്കാനായിട്ട് അമ്മ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ ആണ്, അല്ല അത് അമ്മയുടെ കേട്ടോ. ഇതെന്റെ. എനിക്ക് ഇത്രയും ചമ്മന്തി വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കഴിക്കാൻ റെഡിയാണോ? എന്റെ കപ്പ ഇരിക്കണുണ്ടോ? വാ, ഇങ്ങ വാ, ഒരു കൂട്ടം കാണിച്ചു തരാം. ആ അതല്ല, ഞാൻ മേടിച്ച കുറച്ച് സാധനമുണ്ട്. ചായയൊക്കെ അത് കഴിഞ്ഞിട്ട്. ഇതെന്നാല് കുറച്ച് ഡിഫറെന്റ് സാധനങ്ങളാ. ചായയൊക്കെ അത് കഴിഞ്ഞെടുക്കാം. ചായ അത് കഴിഞ്ഞെടുക്കാം. ദേ ഇരിക്കണോ, ഒരു മണമൊക്കെ വന്നില്ലേ? എടുത്തു നോക്കിയേ. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളൊക്കെയാ. നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലായിരുന്നു. ആ സെയിലില് ഞാൻ ലാഭത്തോടെ മേടിച്ച കുറെ സാധനങ്ങളൊക്കെയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഫ്രീ കിട്ടിയ ഒരു സാധനമാണ്. ബർത്ത്ഡേ മന്തിൽ നൈക്കന്ന് ആരെന്ത് മേടിച്ചാലും അവർക്കൊരു ഫ്രീ കിട്ടും. എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നാന്ന് നോക്ക്. ഞാൻ ഓരോന്നെടുക്കട്ടെ. ഓരോന്നെടുത്ത് നോക്കിയിട്ട് അടുത്തെടുത്താ പോരെ. ബോഡി മിൽക്ക് ഒന്ന് ഇട്ട് നോക്കിയേ കയ്യില്. ഞെക്കുവാ വേണ്ട കേട്ടോ, കയ്യിലേക്ക് കാണിച്ചിട്ട് ഞെക്കിക്കോ. ഞെക്കണം. പേസ്റ്റ് പോലെ. അവിടെ അല്ല, മുകളില്. ആ ശരിക്കും ഞെക്ക്. ആ സ്പ്രേ പോലെയാ. ബോഡിയിൽ തൂക്കുവാണോ? 450 രൂപയുടെ സാധനം ഫ്രീ കിട്ടി. ബർത്ത്ഡേ മന്തിൽ ആരും മേടിച്ചാലും അവർക്ക് ഫ്രീ കിട്ടും കേട്ടോ. നേരത്തെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞാർന്നെങ്കിൽ ആ മന്തിൽ മേടിച്ച എന്തെങ്കിലും ഒരു ഐറ്റം ഫ്രീ കിട്ടും. നല്ല സ്മെല്ല്. മണം ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി തേച്ചോ? വേണ്ട, എനിക്കങ്ങനെ ഒരുപാട് താല്പര്യമില്ല. പക്ഷെ 450 രൂപയുടെ സാധനം കേട്ടോ ഫ്രീ കിട്ടിയത്. നല്ല കാര്യല്ലേ, വളരെ നല്ല കാര്യല്ലേ. എവർ ലവിങ് സോപ്പ് ഇതാണ് ഞാൻ മേടിച്ച പോമഗ്രാനൈറ്റിന്റെ ഫ്ലേവറാ. വൈറ്റമിൻ സിയുടെ ഏറ്റവും ഇഷ്ടം, പക്ഷെ ഇടയ്ക്ക് ഒരു ചേഞ്ചിന്. ഇതൊക്കെ നല്ല ഓഫറിനാട്ടോ കിട്ടിയ. പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഒറിജിനൽ പ്രൈസ് ആയിരിക്കും അതില്, സ്ക്രീനിലിടാം. നല്ല ഓഫറിനാ കിട്ടിയത്. ഐലൈനർ ഇതൊക്കെ നല്ല ഓഫറിനാ. 200 രൂപയുടെ സാധനം. എന്താ പിങ്ക് ഫ്രൈഡേ. ആ അത് ലിപ്സ്റ്റിക് നല്ലൊരു കളറാ. അതൊന്ന് ഊരി നോക്കിയേ, ക്യാപ്പ് ഊര്. താഴെ ആ വൈറ്റ് കളറിൽ അതെ കണ്ടോ, കളറ് നല്ല കളറാ, ഒരു ബ്രൗണിഷ് ഷെയ്ഡ്. കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കി. അവിടെയൊക്കെ ചെയ്യാൻ അറിയാം. ഇച്ചിരി നല്ല കളറാ, ബ്രൗൺ കളറാ കേട്ടോ. ഞാനത് യൂസ് ചെയ്തു, പല വീഡിയോയിലും ഇട്ടിരുന്നു. നല്ല ഒരു സിൻഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാ മാഴ്സിന്റെ. ഞാൻ എപ്പോഴും
ഇതാ നീ ഞാൻ മേടിച്ചു തന്നെ ലിപ് ബാം. അതാ ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. എപ്പോഴും എന്ന് പറഞ്ഞാൽ പുറത്തു പോകുമ്പോ അല്ലാണ്ട് സ്ഥിരം ഉപയോഗിച്ച് നടക്കുമെന്നല്ല ഉദ്ദേശിച്ചത്. അതൊരു ലിപ് പെൻസിൽ ഏതാണ്ട് 60 രൂപയ്ക്ക് ഉള്ളൂ. ആണോ? അത് പൊട്ടിച്ചിട്ടില്ല. കാണിക്കാം. വിലകളെല്ലാം ഇവിടെ ഇതിൽ പറയും കേട്ടോ. കാരണം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒറിജിനൽ പ്രൈസ് അതില് വെച്ചേക്കുന്നത് കൊണ്ട് അറിയില്ല. അതും ഒരു കോമ്പാക്റ്റാ. തുറന്ന് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം കോമ്പാക്ട് ആണ് ഞാൻ യൂസ് ചെയ്യണത്. കാരണം അതൊരു ഈവൻ ഫിനിഷ് കിട്ടും. സിൽക്കി ഗോൾഡൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. തുറക്കാമോ? എവിടെയാ തുറക്കണേ നോക്കിട്ട് തുറക്കും. നോക്ക്. അതവിടെ ഇല്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ വിരല് നീ തന്നെ തുറന്നു. എൻ്റെ വിരല് ചെമ്മീൻ കിള്ളി ഇപ്പം ഇച്ചിരി ഇതായിട്ടിരിക്കും. അതുകൊണ്ട് നീ തന്നെ അവിടെ അത്രേ ഉള്ളു സംഭവം. സിൽക്കി ഗോൾഡൻ ഷെയ്ഡാ. എന്റെ പെർഫെക്റ്റ് ഷെയ്ഡാ. അത്രേ ഉള്ളു എന്റെ സാധനങ്ങള്. വേറെ ഒരു സാധനവും കൂടെ ഉണ്ട്. ശരിയാ, വേറെ 2 സാധനമുണ്ട്. പക്ഷെ നിങ്ങളെ അത് കാണിക്കാൻ, ഒരു സാധനം കാണിക്കാൻ മിക്കവാറും ടിൻ ക്യാരി ആയിട്ടുണ്ടാവും. എനിക്കൊരു മടിയുണ്ട്. ഞാൻ നോക്കട്ടെ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാട്ടോ. കാരണം എല്ലാവരും അത് കഴിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട്. 3-4 ദിവസമായി അതിവിടെ എത്തിയിട്ട്. മറ്റേ ഇപ്പൊ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞ സംഗതിയും എത്തിയിട്ട് 3-4 ദിവസമായി. എനിക്ക് ഓണത്തിന് കിട്ടിയ ഒരു ഗിഫ്റ്റാ. പിന്നെ കഴിക്കണ സാധനം അല്ലാതിരുന്നത് കൊണ്ട് ഇവിടെ അത് ഇരുന്നോ പറയാം. അപ്പൊ ഞാൻ എന്നെ എടുത്തോണ്ട് വരാതെ ഈ സംഭവങ്ങൾ ഇതിലേക്ക് വെക്കട്ടെ. ഇവള് വാങ്ങിച്ച സാധനങ്ങളാട്ടോ ഇതെല്ലാം. ഇതിനകത്ത് ബില്ല് കിടപ്പുണ്ട് കേട്ടോ. ഓഫർ കിട്ടുമ്പോ ഞാൻ മേടിക്കും. കാരണം എന്തായാലും സാധനങ്ങൾക്കൊക്കെ വിലയുണ്ട്. അപ്പൊ ഓഫറിന് മേടിക്കുകയാണെങ്കിൽ അത്രയും ഉപകാരമല്ലേ നമുക്ക്. വെറുതെ പൈസ അനാവശ്യമായിട്ട് കളയണ്ടല്ലോ. അത് വേണ്ട. ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഓഫർ വരുമ്പോ എപ്പോഴും മേടിച്ചു നല്ലതാ. സോപ്പൊക്കെ എന്തായാലും നമുക്ക് ആവശ്യമുള്ള. ഇത് നീ തന്നെ എനിക്ക് മേടിച്ചു തന്ന മാറ്റാ. 2 അതെ അതെ. ഇതിന്റെ ഒരു ക്രീം ഇരിപ്പുണ്ട് ഇവിടെ. ഞാൻ കണ്ടു. മേടിച്ചു. അത് ലുലുന്നാണോ കട്ട് ചെയ്ത് മേടിച്ചു. അല്ല ഇങ്ങനെ ഇരുന്നതാന്നും പറഞ്ഞു. ഇതിന്റെ ഇല്ലേ, ഇത് 2 ഉണ്ട്. ഇതിന്റെ ഒരു 4 കൂടെ മേടിച്ചോണ്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് വിരിക്കാൻ മാറ്റി. അതെ അതെ അതെ, മാറ്റി മാറ്റി വിരിക്കാം. 4 കേട്ടോ. അപ്പൊ ഞാൻ സാധനം എടുത്തോണ്ട് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല ഞാൻ പിടികിട്ടി. കാരണം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ. ഞാൻ എടുത്തോണ്ട് വരാം. കവറ് നിങ്ങൾ നോക്കണ്ട. ജയ്പൂർ വസ്ത്രകല. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇതൊരു ഡ്രസ്സാണ്. മെറ്റീരിയലാണ്. തയ്പ്പിക്കണം. 2 കൊണ്ടുവന്നു ഒരേപോലത്തെ. എൻ്റെ ആങ്ങളയുടെ മോൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അവൻ ലീവിന് വന്നതാ, വെക്കേഷന്. അവന്റെ സിസ്റ്റർ അബുദാബിന്ന് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്നാള് പറഞ്ഞില്ല. ഒരു ഗെറ്റ് ടുഗദർ വീഡിയോ വന്നിട്ടില്ല കേട്ടോ. ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. പക്ഷെ മോനെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാ ഡിലേ ആയിട്ട് അവൻ വന്നത്. അപ്പൊ അവൻ വന്നപ്പോ ഞങ്ങൾക്ക് കഴിക്കാൻ, എല്ലാവർക്കും കഴിക്കാനായിട്ട് ഒരു ബോക്സ് നിറയെ സ്വീറ്റ്സ് കൊണ്ടുവന്നു. അതുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. സ്വീറ്റ്സ് ബോക്സ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ. അപ്പൊ ഇവക്ക് ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു. മെറ്റീരിയൽ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. എടുത്ത് ഓരോന്ന് എടുത്ത് കാണിക്കാതെ. ചന്തേരിയാ, ചന്തേരി. എനിക്ക് ബോട്ട ഇതാന്ന് തോന്നണം. അത് നമുക്ക് എങ്ങനെ നോക്കണം. അങ്ങനെ ഷോള. അത് ഷോള ഏതായാലും അതായിരിക്കും ടോപ്പ്. ചന്തേരി. അതെ, ചന്തേരിയാ ഞാൻ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അവൻ ഇവിടെ വന്നപ്പോ ഒരു സംഗതി പറഞ്ഞത് ഞാൻ ഓർക്കണ്ട്. ഏതോ ഷോപ്പിന്റെ പേര് നീ അതിൽ ജയ്പൂർ. ഇവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് അവിടെ പോയി മേടിച്ചതാ. അവിടെ തന്നെ അങ്ങ് പോയി. അതെ 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 അതെ. അവന്റെ സിസ്റ്റർ ആങ്ങളുടെ മോളാണ് അവധിക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഒരേ മോഡല് അവൻ എടുത്തോണ്ട് വന്നതാണ്. അത് ഇവക്കുള്ള ഗിഫ്റ്റ് കേട്ടോ. തയ്പ്പിക്കാൻ കൊടുക്കാം. സീസൺ ആയതുകൊണ്ടേ തയ്ച്ചു കിട്ടാൻ കുറെ ഡിലേയാ. ഇപ്പൊ എന്റെ കുറെ ബ്ലൗസ് തുണി തയ്ക്കാൻ കൊടുക്കാൻ നാളെ തന്നെ ഏൽപ്പിക്കണം. ആ വൈറ്റ് ഹക്കോബ 1, പിന്നെ ആ പിങ്ക് നീ മേടിച്ച സാരിക്ക് വേറെ ടസറിന്റെ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് നടക്കണം. അതിന്റെ പിങ്ക് ലൈനിങ് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ബ്ലൗസ്. പിന്നെ ഞാനൊരു ഗ്രീൻ ഒരു കോട്ട സാരിക്ക് ബ്ലൗസ് എടുത്തായിരുന്നു. കുറച്ച് മുമ്പ് എടുത്തു. അതെല്ലാം അപ്പനെ ഏൽപ്പിച്ച് നാളെ ടൈലറിന്റെ അടുത്ത് കൊടുക്കണം. ഇനിയിപ്പോ അത് സീസണായ ഭയങ്കര പാടാ തയ്ച്ചു കിട്ടാൻ. അപ്പൊ ഇതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ
വേറൊരു സംഭവം ഉണ്ട്, അത് ഉണ്ടോന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിച്ചേക്ക്. ഞാൻ ബോക്സ് കാണിച്ചിട്ട് വിവരം പറയാം. നിങ്ങൾ മാറ്റട്ടെ. ഇല്ല, വളരെ വിഷമത്തോടു കൂടിയും എന്നാൽ ഒരു സന്തോഷത്തോടു കൂടി എടുക്കണം. കാരണം സ്വീറ്റ്സ് ആയതുകൊണ്ട് എല്ലാരും കഴിച്ചു തീർക്കും. അതെ അതെ അതെ. ഒരൈറ്റം ഇരിപ്പുണ്ട്. കാജു കട്ട്ലി ഇരിപ്പുണ്ട്. കാജു കട്ട്ലി മറ്റേ കാഷ്യൂനട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നല്ല നല്ല സാധന. മധുരം പൊതുവെ അതിന് കുറവായിരിക്കും, പക്ഷെ നല്ല സാധന കഴിക്കാൻ. ഇത് മൊത്തം ഇതില് പീസ് അടിക്കുക കൊണ്ടുവന്നത്. അതെ അതെ അതെ, ഫുള്ളായിട്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ 4-5 ദിവസമായി സാധനം എത്തിയിട്ട്. ഇപ്പൊ ഞങ്ങൾ ഊണ് കഴിയുമ്പോ ഒക്കെ കുറച്ചെടുത്ത് കഴിച്ചത് തീർത്തു. ഇനി 1-2 പേരൊക്കെ വന്നപ്പോ എടുത്ത് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ തീർന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഈ സ്വീറ്റ്സും ഈ ഒരു സ്വീറ്റ് അല്ല, ഈ ബോക്സ് സ്വീറ്റും ആ ഡ്രസ്സുമാണ് തവണ അവധിക്ക് വന്നിട്ട് അവൻ കൊണ്ടുവന്നത്. ധാരാളത്തിലധികം. ഞാൻ പറഞ്ഞു സ്വീറ്റ്സ് മാത്രം മതി, എന്നേ അത് ശരിയാവൂല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന നമുക്ക് മേടിച്ച് പപ്പ അല്ലാതെ ശരിയാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ. അപ്പൊ ഓക്കെ, ഓക്കെ, ശരി.